ഇപ്പാനോടൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടു. അതല്ലേലും അങ്ങനെയല്ലേ വേണ്ടത്, ഇന്ന് ഇപ്പാൻ്റെ ഡേ അല്ലല്ലേ. പിന്നെ കാലങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എഗ്ഗ് ആയിരുന്നു കഴിച്ചുകൊണ്ട് നിന്നേന്. ഇന്ന് അതിലൊരു മാറ്റം വരുത്തി ഇമ്മാൻ്റെ ഒരു ദോശ അങ്ങോട്ട് കഴിച്ചു. ഒരു സുഖം. പിന്നെ ഇവർക്ക് എന്താ പണിന്ന് ചോദിച്ചാൽ ഇന്നലത്തെ ബാക്കിയുള്ള ബ്രോസ്റ്റ് ഒക്കെ പിച്ചി പിച്ചി ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്സ് അങ്ങോട്ട് ഉണ്ടാക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ബട്ടറിൽ അങ്ങോട്ട് ചൂടാക്കി എടുക്കുകയാണ്. കുറച്ചും കൂടി അങ്ങോട്ട് ഒരു രുചിയും മണവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു ഒച്ചയും വിളി നായാട്ടായിട്ട് ഞാൻ ഓടി വന്നപ്പോണ്ട് ഇവിടെ താത്ത നീനൂട്ടിക്ക് കൊടുക്കുന്ന ഒരു കോച്ചിങ് ക്ലാസ് ആയിരുന്നു, എങ്ങനെ പ്രോപ്പറായിട്ട് ഗുളിക കുടിക്കുക എന്നുള്ളത്. അവൾക്ക് നല്ല കാൽസ്യവും വൈറ്റമിൻ ഡി ഒക്കെ കുറവാണ് കേട്ടോ. അതിന്റെ ഗുളിക കുടിക്കാനുള്ള കോച്ചിങ് ക്ലാസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവള് എന്നെ പോലെ ഒരു ഗുളിക കുടിക്കാൻ മടിച്ചാണ്. പിന്നെയും അടുക്കളയെന്ന് പെരും മണം. പിന്നെ നോക്കിയപ്പോണ്ട് ഇമ്മ നല്ല പഴംപൊരി ഉണ്ടാക്കണേ. ആർക്കാ? ഉമ്മാന്റെ മരുമക്കൾക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്റെ കെട്ടിയോ സുജിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ലല്ലോ, അപ്പൊ സുജിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതൊക്കെ ഞാൻ തിന്നണുണ്ട്, എല്ലാരും തിന്നാൻ പ്രേരിപ്പിക്കണുണ്ട് കേട്ടോ. അതിലൊന്നും നമ്മുടെ നയന കുലുങ്ങണില്ല. നയനും കാക്കയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. ഓരൊക്കെ മുട്ട റോസ്റ്റും ചീര ഉപ്പേരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിങ്ങും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഒക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മയണൈസൊക്കെ തിന്നുന്നുണ്ടോ, ഇപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത്. അതൊക്കെ കഴിച്ച് ഭയങ്കര സീരിയലൊക്കെ കണ്ട് ഭയങ്കര കൂലങ്കൃഷ ചർച്ചയിലാണ് കേട്ടോ. എല്ലാവരും കണ്ടില്ല, എല്ലാവരും മുഖമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ്. ഇനിയും നിന്നാൽ ഞാൻ ഭയങ്കര മഴയിൽ കുടുങ്ങി പോകും ഗൈസ്. പതുക്കെ ഇറങ്ങാണ് കേട്ടോ. എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് താത്താനെ അരീക്കോട് ഇറക്കി കൊടുത്ത് ആ വഴിക്കാണ് കേട്ടോ ഞാൻ കോഴിക്കോട് പോണത്. താത്താൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നില്ല, അളയാക്ക വഴിയിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ വീട് ഒരു ദിവസം നിന്നതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഇനി 2 ദിവസം എടുക്കും കേട്ടോ. എന്ത് ചെയ്യാനാ.